സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കൂടുതൽ ശക്തമാക്കി ആശാ വർക്കേഴ്സിന്റെ മഹാസംഗമം അല്പസമയത്തിനകം തിരുവനന്തപുരം നടക്കും. 5000-ലേറെ ആശാ വർക്കേഴ്സ് സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തും. ഓണറേറിയത്തിൽ വർധനയും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ടുള്ള സമരം 10 ദിവസമായി തിരുവനന്തപുരത്ത് തുടരുകയാണ്. സമരത്തിന്റെ രൂപമാറ്റത്തെക്കുറിച്ച് ഇന്ന് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതേസമയം ആശാ വർക്കേഴ്സിനൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും കേരളത്തിന് നൽകിയിട്ടില്ല. ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് 100 കോടി രൂപയാണ്. 100 കോടി രൂപ 1 രൂപ തന്നിട്ടില്ല. ആ വർഷം ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പണം നൽകിയത് ധനവകുപ്പാണ്, അല്ലെങ്കിൽ പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ്. ഞാനും ഇവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ്. ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനോട് അവരെത്രയോ വർഷങ്ങളായി ഇൻസെന്റീവ് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള കേന്ദ്രം കമ്മിറ്റ് ചെയ്തിട്ടുള്ള തുക അത് നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഞാൻ അവരുടെ ആശമാർക്കൊപ്പം അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്. തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിന് മുന്നിൽ നിന്ന് ഷഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. നമുക്കറിയാം, കഴിഞ്ഞ 10 ദിവസമായി കേരളത്തിലെ ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരത്തിലാണ്. ഇവരുടെ ഒരു സമവായ നീക്കത്തിലേക്ക് എത്താൻ ഇതുവരെയും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കാരണം സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. നമ്മൾ കുറച്ചു മുൻപത്തെ ലൈവിൽ പറഞ്ഞു കെ വി തോമസിന്റെ യാത്രാപത്യ അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷെ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഇക്കാണുന്ന ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയം 21,000 രൂപയാക്കി ഉയർത്തുക, ആശാ വർക്കർമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇവരുടെ 2 മാസത്തെ ഓണറേറിയം അത് നേരത്തെ തന്നെ അനുവദിച്ചിരുന്നു, അതായത് ഈ സമരമൊക്കെ തുടങ്ങിയതിനു ശേഷം അനുവദിച്ചിരുന്നു. പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ ഇവരുടെ എല്ലാ തരത്തിലുമുള്ള ഇവരുടെ നീക്കങ്ങൾ അതല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ ഒരു സമവായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്താനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഇങ്ങനെ ഒരു സമരം നടത്താനുള്ള ഇവരുടെ ഒരു തീരുമാനം. ഇന്ന് മഹാസംഗമം 11 മണിക്ക് നടക്കും. മഹാസംഗമം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി ആശാ വർക്കർമാരെ സെക്രട്ടറിയേറ്റിന് മുൻപിലേക്ക് എത്തിച്ച് സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ നീക്കം ഇന്ന് നടക്കുകയും ചെയ്യും. ഇപ്പോൾ അതിൽ ഒരു പ്രതിനിധി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതിപ്പം സംസ്ഥാന സർക്കാരാകട്ടെ ഏതെങ്കിലും തരത്തിലൊരു നീക്കത്തിനോ ഒരു തീരുമാനത്തിനോ തയ്യാറാകുന്നില്ല. ഈ നിങ്ങൾ ഓണറേറിയം അടക്കമുള്ള ആവശ്യങ്ങൾ അത് ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ അതിനകത്ത് കണ്ണടക്കുകയാണ്. ഇനി തുടർന്നുള്ള സമരം എങ്ങനെയായിരിക്കും? തുടർന്ന് ഞങ്ങൾ ഈ 10-ാം തീയതി ഇവിടെ സമരത്തിനായിട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മളിവിടെ സമരം ഇരിക്കുമെന്ന് തന്നെയാണ്. ഈ ഡിമാൻഡ് നേടിയെടുത്തിട്ട് നമ്മളിവിടെ സമരത്തിൽ നിന്ന് പിന്മാറത്തുള്ളൂ. ഞങ്ങളിവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ ഇരിക്കും. ആരോഗ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾക്കൊപ്പം ഡൽഹിയിൽ വന്ന് സമരം ചെയ്യാം, കേന്ദ്ര സർക്കാരാണ് ഇതിന് പ്രശ്നം എന്നാണ്. അതിന് ആയിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. നമുക്ക് അങ്ങനെ കക്ഷി രാഷ്ട്രീയമില്ല. ആശമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒന്നിച്ചു നമ്മൾ തയ്യാറാണ്. ഇനി ഒരു ചർച്ച നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ സംസ്ഥാന സർക്കാരുമായിട്ട്? ചർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ചർച്ച ചെയ്യണം, പരിഹരിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. അതിനാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. 2 മാസത്തെ ഓണറേറിയം തന്നു, അത് അനുവദിച്ചു, അതിനുള്ള ഫണ്ട് അനുവദിച്ചു. പക്ഷെ നിങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും കിടക്കുകയാണ്. അതൊന്നും സർക്കാർ അഡ്രസ് ചെയ്യുന്നില്ല. ചെയ്ത കാശ് തരണമല്ലോ, അതാണിപ്പോ വന്നത്. അത് 11-ാം തീയതി ജിയോ വന്നിട്ട് ഇന്ന് 20-ാം തീയതി ആയിട്ട് ഒരാളുടെ അക്കൗണ്ടിലും വന്നിട്ടില്ല. പിന്നെ അവർ പല പത്രങ്ങളിലൂടെയും പ്രചരിപ്പിച്ചു 26,400 രൂപ എന്ന്. അത് ആർക്കാണ് 26,400 രൂപ? ഈ കേരളത്തിലെ ഏത് ആശാവർക്കർക്കാണെന്നുള്ളത് ഈ പറയുന്നവര് ഈ പത്രത്തിൽ അതിന്റെ ലിസ്റ്റ് ഇടണം. ഈ പത്രങ്ങൾ എഴുതുന്ന പത്രങ്ങളിൽ ലിസ്റ്റ് ഇടണം. അതാണ് നമുക്ക്. മഹാസംഗമം നടത്തുകയാണ്. മഹാസംഗമത്തിലും കണ്ണു തുറന്നില്ലെങ്കിൽ ഇനിയുള്ള സമരമാർഗം എന്തായിരിക്കും? ഈ സമരമുറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കും. ഇവിടുന്ന് പോകില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കും. അത് നമ്മൾ ഓരോ ദിവസം എങ്ങനെ സമരം കൊണ്ടുപോകണമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നമ്മുടെ സംസ്ഥാന നേതൃത്വമുണ്ട്, ആശമാരോടെല്ലാം ആലോചിച്ചിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കും. ഏതായാലും ആ സമരം ശക്തമായി തുടരുമെന്നുള്ളത് തന്നെയാണ് ഈ ആശാ വർക്കർമാർ പറയുന്ന കാര്യം. അതിൽ ആരോഗ്യമന്ത്രി പറയുന്നു ചർച്ചയ്ക്ക് തടസ്സമില്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചർച്ച ചെയ്യാം. പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായി പറഞ്ഞാൽ 2023-24 100 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ട്. കേന്ദ്രം നൽകാനുള്ള തുക ആവശ്യപ്പെട്ടതിന് രേഖയുണ്ട്. പക്ഷേ കേന്ദ്രം ഇതുവരെയും അത് നൽകുന്നില്ല. അത് നൽകാതെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യും എന്നടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഒരു ന്യായമായി പറയുമ്പോൾ ഇവർ പറയുന്നത് സംസ്ഥാന സർക്കാരിന് അഡ്രസ് ചെയ്യാൻ പലവിധത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവർ അഡ്രസ് ചെയ്തില്ല എന്ന് മാത്രവുമല്ല, അവർ ഈ ഓണറേറിയം എന്നതിനപ്പുറത്തേക്ക് വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള കാര്യങ്ങളിൽ ചില തെറ്റായ കാര്യങ്ങൾ അത് പ്രചരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നു എന്നുള്ള ആക്ഷേപം ആശാ വർക്കർമാർക്കുണ്ട്. ഇന്ന് 11 മണിക്കാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാ വർക്കർമാരുടെ മഹാസംഗമം നടക്കുന്നത്. അതിനും കണ്ണു തുറന്നില്ലെങ്കിൽ കൂടുതൽ കടുത്ത ശക്തമായിട്ടുള്ള സമരമുറകളുമായി മുന്നോട്ട് പോകുമെന്ന് ആശാ വർക്കർമാർ പറയുന്നുണ്ട്.
ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. എന്തായാലും ഈ ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിൽ അനുഭവത്തോടെയുള്ള സമീപനങ്ങൾ ആവശ്യമായിരിക്കുന്നു. അവർ അനുഭവിക്കുന്ന ജീവിത ക്ലേശങ്ങളൊക്കെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല.